ഹലോ, വെൽക്കം ബാക്ക്. നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫാമിലി വ്ളോഗായിട്ടാണ് കേട്ടോ. നമ്മൾ എല്ലാവരും കൂടി ഉമ്മാൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി ഒരു ദിവസം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഈവനിങ്ങും ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. പിന്നെ നിങ്ങൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടാവും, ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള മസാല ഒക്കെ റെഡിയാക്കണം. അപ്പോൾ 4 ഫുൾ ചിക്കൻ എടുത്തിട്ട് അത് 8 പീസാക്കിയിട്ടാണ് ഉള്ളത്. ചിക്കൻ ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാമിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള മസാലകൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറേ ചിക്കൻ ഉള്ളതുകൊണ്ട് മസാലകളൊക്കെ കുറേ അധികമാണ് എടുക്കുന്നത്, എല്ലാ പൊടികളും അധികം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റ് അളവൊന്നും പറയണില്ല കേട്ടോ, കുറേ എടുക്കണ കാരണം. പിന്നെ മുളകും പൊടി ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു എരിവൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പച്ചമുളകും കുരുമുളകും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാം കേട്ടോ. ഇനി ഇടുന്നത് ഗരം മസാലയാണ്. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഇട്ട് കൊടുക്കുന്നത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ അതിടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു സ്മെല്ലും ആ ചിക്കൻക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ നല്ല ജീരകത്തിൻ്റെ പൊടി എന്തായാലും ഇടുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. തൈര് കുറച്ച് കട്ടിത്തൈരാണ് കേട്ടോ നല്ലത്. ഇപ്പം ഞാൻ നാടൻ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്, കട്ടിത്തൈരാണെങ്കിൽ നല്ലതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യണത്. അങ്ങനെ ആകുമ്പം എല്ലായിടത്തും യൂണിഫോം ആയിട്ട് മിക്സ് ആക്കി കിട്ടും. ഇനി ഇതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ ചിക്കൻ ഇട്ട് വെക്കുന്ന പാത്രത്തിൽ താഴെ കുറച്ച് മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഓരോ ചിക്കൻ പീസ് എടുത്തിട്ട് നന്നായിട്ട് മസാല തേച്ച് കൊടുക്കുക. അപ്പോൾ ഇത് വരഞ്ഞ് വെച്ച ചിക്കനാണ് കേട്ടോ, പുള്ളിലേക്കൊക്കെ നല്ലോണം ആയിക്കോളും. ഇതിങ്ങനെ എല്ലാത്തിലും കായം തേച്ച് വെച്ച ശേഷമാണ് നമ്മൾ നാരങ്ങ നീരും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് മേലെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാനുണ്ട്. എന്നിട്ട് 1 മണിക്കൂർ ശേഷമാണ് നമ്മളിത് ഗ്രില്ല് ചെയ്യാൻ എടുക്കുക. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലാണ് വെക്കുക. അപ്പോൾ നമ്മൾ ഒക്കത്തിലും കായം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമ്മളിതുപോലെ ഫ്രിഡ്ജിൽ ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. 1 മണിക്കൂറാണ് കേട്ടോ. 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഗ്രില്ല് ചെയ്യാനായിട്ട് എടുക്കുക. അപ്പോൾ ഇത് വൈകിട്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചായ കുടിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത് 1 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുക നമുക്ക്. അപ്പോഴത്തേനും ചായ കുടിക്കാൻ പോവാം. പിന്നെ ചായക്കായിട്ട് ഉന്നക്കായ, ഷവർമ കേക്ക്, പൊരിക്കടികൾ അങ്ങനെയൊക്കെ മാമിമാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും കൂടിയും ചായ കുടിക്കാനിരിക്കുകയാണ്. അപ്പം എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു രസമല്ലേ. ഇപ്പോൾ കോവിഡ് ആയ കാരണമാണ് എല്ലാവർക്കും ടൈമുള്ളത് വീട്ടിലിരിക്കാൻ തന്നെ, അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ സ്ഥലത്തായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കൂടുന്ന തന്നെ ഒരു രസമാണല്ലോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ നോക്കുമ്പോൾ പുറത്ത് ഭയങ്കര മഴ ആയതുകൊണ്ട് മേലെ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ ചെയ്യാൻ പോകണം മേലെ. അപ്പോൾ ഒരു ടൈലിൻ്റെ മേലെ നമ്മളൊരു കമ്പി വളച്ച് വെച്ചിരിക്കുകയാണ് സ്റ്റാൻഡ് പോലെ ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ഗ്രില്ല് വെക്കുക. ഇപ്പോൾ മാമ അതൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ നമ്മൾ ചാർക്കോളും അതുപോലെ തന്നെ ചിരട്ടയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിക്കുകയാണ്. അങ്ങനെ കത്തൽ ഫുള്ള് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. പിന്നെ മണ്ണെണ്ണൻ്റെ ആ മണം അതൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇത്രയൊക്കെ അങ്ങനെ അടുപ്പിച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഒന്ന് വേഗം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നതാണ്. നല്ല സൈഡിലോട്ടാക്കി വെക്കണ്ട. ഞങ്ങളിവിടെ ഒരു ഫാൻ ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഇടയ്ക്ക് ഈ കനലിൻ്റെ ആ ഒരു തീ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ആ സമയത്ത് ഈ ഫാൻ ഓണാക്കി വെക്കുമ്പോൾ
ആ കനലൊന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഓണാക്കി കൊടുക്കും. ഇപ്പോൾ നമ്മളുടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മളെ ഗ്രിൽഡ് ചിക്കൻ നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ പൊറോട്ട ആണ് കഴിച്ചത്. ആ സമയത്ത് നമുക്ക് കുബ്ബൂസ് കിട്ടിയില്ല, അപ്പോൾ നമ്മൾ പൊറോട്ടയിലേക്ക് മാറി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.